ജാനിമോളുടെ മുറി ചെന്നൊന്നും നോക്ക് പോലും ചെയ്യാതെ അവൾ ഉറങ്ങിയെന്ന് നീ അങ്ങ് തീർച്ചപ്പെടുത്തി അല്ലടേ? അവളുടെ കട്ടിലിന്റെ കീഴെ കാവൽ കിടക്കുന്ന പട്ടിയാണോ നീ? ഇത്ര കൃത്യമായിട്ട് അങ്ങ് മണത്തറിയാൻ? ജാനി, എടി ജാനി, എന്താ അമ്മേ? നീ അവിടെ എന്ത് ചെയ്യുവാ? അലക്കിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കായിരുന്നു. വിജയേട്ടൻ വിളിക്കുന്നു നിന്നെ. നിക്ക്, വിജയേട്ടൻ ചോദിച്ചാ നീ ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാ മതി. അമ്മ അങ്ങനെ പറയാൻ നിർബന്ധിച്ചെന്നുകൂടി പറഞ്ഞേക്കാം. അച്ഛൻ്റെ അടുത്ത് ഞാൻ കള്ളം പറയില്ല. എന്താടി പറഞ്ഞ നിന്റെ നാക്ക് പുഴുത്തു പോവോ? അച്ഛൻ്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞ അമ്മയുടെ അടുത്ത് 100 കള്ളം പറയാനും എനിക്ക് മടിയില്ലാതായിപ്പോയി. അത് വേണോ? ഒരു സത്യവതി. ഹലോ അച്ഛാ. ഹായ് ജാനിമോളെ. എന്താ അച്ഛ വിളിച്ചേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മോളെ. നിന്റെ എക്സാം ഒക്കെ എങ്ങനെയിരുന്നു അറിയാൻ വേണ്ടിയാ. എല്ലാം നന്നായിട്ട് എഴുതി അച്ഛാ. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, അത് നാളെയാ. എനിക്കറിയാം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന്. നല്ല മാർക്ക് വാങ്ങണം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഒന്നാമതായി ജയിക്കാൻ. കൊള്ളാം. ഞാൻ പിന്നെ വേറെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാ? അച്ഛൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും മോൾക്കുണ്ടാവും. എനിക്കതല്ലേ ഉള്ളൂ അച്ഛാ, ആകെ ഒരു പ്രതീക്ഷ. നിന്റെ പ്രതീക്ഷയൊക്കെ നടക്കും മോളെ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ നീ. ആ, രത്നമ്മ എവിടെ നിൽപ്പുണ്ടോ? ഉണ്ട്. ഫോൺ കൊടുക്ക്. അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. ഹലോ. എടി രത്നമ്മേ, ജാനിമോൾ ഉറങ്ങിയായിരുന്നു എന്ന് ഞാൻ അവളോട് ചോദിച്ചില്ല. അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്റെ മുമ്പിൽ നീ പണ്ടേ 4-ാം കിട തറയാണല്ലോ. ചോദിക്കാതെ വിജയേട്ടൻ എങ്ങനെ അറിഞ്ഞു അവൾ ഉറങ്ങിയില്ലെന്ന്? അവളുടെ ശബ്ദം കേട്ടാ എനിക്കറിയാടി അവൾ ഉറങ്ങിയോ ഇല്ലേന്ന്. പിന്നെ അവളുടെ എല്ലാ കാര്യം ശരിക്കും അറിയാലോ. അവളല്ലേ കൂട്ടുകിടപ്പ്. ഫോൺ വച്ചിട്ട് പോടി. ചീഞ്ഞ വായിന്ന് കെട്ട വർത്താനം. എഴുതിയോ നന്നായിട്ട്? ആരെ വെയിറ്റ് ചെയ്യുന്നേ? ഒരു ഫ്രണ്ട് വരാനുണ്ട്. ആനുവൽ എക്സാം എന്തായാലും ഇന്നത്തോടെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. പോട്ടെ. ശരി. വേഗം വാടി. കൊണ്ടുപിടിച്ച് എഴുത്തായിരുന്നല്ലോ. ഒരു മാരത്തൺ ഓട്ടം കഴിഞ്ഞ പോലെ ഉണ്ട്. ടഫായിരുന്നോടി? ആയിരുന്നോ എന്ന് ചോദിച്ചാ എനിക്കെല്ലാ പരീക്ഷയും അഗ്നി പരീക്ഷയാ. എന്നാലും ഏതാണ്ടൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മാർക്ക് ഇടുന്നവന് മനസാക്ഷി ഉണ്ടായിരുന്നാ മാത്രം മതി. മാർക്കിടുന്ന ആൾക്ക് മനസാക്ഷി എന്തിനാ? ഈ പെങ്കൊച്ച് ഇത്രയൊക്കെ എഴുതി കൂട്ടിയതല്ലേ, വാരിയിട്ട് കൊടുത്തേക്കാന്ന്. നീ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് ഇറങ്ങിയല്ലോ. എളുപ്പമായിരുന്നോ? ഇന്നെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്കും അറിയാം, ആൻസർ അറിയാത്തത്. പോടി എവിടുന്നു, വലിയൊരു തമാശ. ഈ പരീക്ഷയൊക്കെ കണ്ടുപിടിച്ചാൽ ഓടിച്ചിട്ട് തള്ളണമല്ലേ? പണ്ടൊക്കെ എന്ത് സുഖമായിരുന്നു. പരീക്ഷയില്ല, മാർക്കില്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ടീച്ചേഴ്സ് ഇല്ല, സിലബസ് ഇല്ല, സ്കൂളില്ല. ഹായ്, അതേത് കാലുവടി? ഭൂതകാലം, പ്രാചീന ശിലായുഗം. എന്ത് സുഖം, സുന്ദരം. അപ്പൊ അതിനൊരു മറുവശം കൂടിയുണ്ട്. എന്താ? റോഡുകളില്ല, കാറുകളില്ല, വീടുകളില്ല, ടി വി ഇല്ല, ഫ്രിഡ്ജില്ല, ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല.
ആശുപത്രി ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ചിക്കനും മട്ടനും ഫിഷ് ഫ്രൈയും ഇല്ല. ഗുഹയിലോ മരച്ചുവട്ടിലോ കിടന്നുറങ്ങണം, വേരുമാന്തി തിന്നണം. അപ്പോഴോ? അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. സത്യം പറ, നീ നന്നായിട്ട് എഴുതിയില്ല എക്സാം? ഒരുവിധം. അതിന് ലോട്ട്സ് ഓഫ് താങ്ക്സ് ടു യു. ആ കമ്പൈൻ സ്റ്റഡി ഉണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഗുണം ചെയ്തു. നിനക്ക് മാത്രമല്ല, എനിക്കും. ഇനി നമ്മൾ എന്ന് കാണൂടി? സ്കൂള് തുറക്കണ്ടേ? സമ്മർ വെക്കേഷനൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും. മാത്രമല്ല, നമുക്ക് മെയ് പകുതിയോടെ ക്ലാസ് തുടങ്ങില്ലേ? എന്നാലും അത്രയും നാളും തമ്മി കാണാതിരിക്കണ്ടേ? നമുക്ക് ഫോണിൽ സംസാരിക്കാം. നീ എന്നെ വിളിച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് നീ ഞങ്ങളുടെ വീട്ടിലേക്കും വാ. ഞാൻ മാത്രം അങ്ങനെ വന്നാ മതിയോ? നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നാൽ എന്താ? അയ്യോ, അമ്മ കൊല്ലും. ഞാൻ അവിടെ വന്ന് അമ്മയോട് ചോദിക്കാം, ജാനിക്കുട്ടിയെ വീട്ടിലേക്ക് വിടുവോന്ന്. പൂവ്, അമ്മ ഓടിക്കും നിന്നെ. ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാടി വെറുതെ? അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. ഞാൻ നിന്റെ അച്ഛനോട് ചോദിക്കും. അച്ഛനും സമ്മതിക്കില്ല. എന്റെ ഏട്ടനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ? അപ്പോഴും നിന്നെ വിടാതിരിക്കോ? എന്തുവാടി നീ പറയുന്നേ? ചുമ്മാ അറാൻ പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ. എന്റെ നാക്ക് കാണിച്ച് ഗുളികൻ ഇരിപ്പുണ്ടോ നോക്കട്ടെ. പോടി. ഹോ, ഭാഗ്യം, ഒരു കുഴപ്പമില്ല. വാ. ഹലോ, രത്നമ്മ അല്ലേടി? എന്താ അമ്മ വിശേഷം? എന്റെ രത്നമ്മ, ഒന്നും പറയണ്ടടി. എന്തു പറ്റി അമ്മ? ഡീ, നമ്മുടെ രാധാമണി ഒന്ന് വീണു. കുളിമുറി തെന്നി വീണതാ. ചെറിയമ്മയോ? എന്നിട്ട് എന്തു പറ്റി? ശരിക്കു പറ്റി രത്നമ്മ, ഇടുപ്പല്ല് പൊട്ടി. ഹാ, സുമിത്രയുടെ പ്രാക്കുണ്ട്. അവളോട് ചെയ്തിട്ടുള്ള ദ്രോഹം കുറച്ചു വല്ലതും ആണോ? അമ്മായിയമ്മ പോരിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? രാധാമണി ചെറിയമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. വിജയേട്ടന്റെ അമ്മയെ പോലെയാ. എന്റെ രത്നമ്മ, വലിയ കഷ്ട അവിടെ കാര്യം. പ്ലാസ്റ്റർ ഇട്ട് ഒരേ കിടപ്പ. ഓ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പുണ്ണി കാലൊടിഞ്ഞ് 1 മാസം കിടന്നില്ലേ? അതുപോലെയാണോടി ഇത്? നടുവിനല്ലേ പ്ലാസ്റ്റർ? കിടന്ന കിടപ്പ് വേണ്ട എല്ലാം സാധിക്കാൻ. ഇപ്പൊ സുമിത്ര വേണമല്ലോ നോക്കാൻ. ഇങ്ങനെ ഓരോന്ന് വന്നാലേ അമ്മായിമ്മമാർക്കേ മരുമക്കളുടെ വില മനസ്സിലാവും. സുമിത്രയാ? അവള് നല്ല നോട്ടം നോക്കും. രാധാമണി കിടന്ന് നിലവിളിച്ചാ പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കുകയല്ല. എന്നുവെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് പോയി നിന്ന് ശുശ്രൂഷിക്കാൻ പറ്റുമോ? അയ്യോ, എനിക്ക് പറ്റത്തില്ല. എന്നാലും രാധാമണി കിടന്ന് നരയിക്കുമ്പോ നമ്മൾ എങ്ങനെയാ രത്നമ്മയെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഞാൻ പോയി നിന്ന് ശുശ്രൂഷിക്കണോ? എന്റെ രത്നമ്മയെ ജാനിയില്ലേ അവിടെ? അവളെ അങ്ങോട്ട് പറഞ്ഞുവിട്. അവക്കാണെങ്കി ഇപ്പൊ പഠിത്തവും ഇല്ലല്ലോ. അതിനെന്താ അമ്മേ, ഞാൻ ജാനിയെ വിട്ടേക്കാം. ഞാൻ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് വിട്ടേന്ന് നീ വിജയനോട് പറയല്ലേ. നീ വേറെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാ മതി. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഓ, സമാധാനമായി. എന്നാ വെക്കട്ടെ രത്നമ്മേ? ആ ആ, ശരി.